അനുഭവിച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് പറയാം, അമ്മേ മാതാവേ, വീഞ്ഞു തീർന്നുപോയ ഞങ്ങളുടെ തോൽക്കുടങ്ങളിൽ വീഞ്ഞു നിറച്ചു തരുവാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണം. വചനമായ ഈശോ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ, ജീവിക്കുന്ന ഈശോയുടെ കൂടെ നടക്കാൻ, ഈശോയെ തൊട്ടനുഭവിച്ചറിയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഞങ്ങളുടെ ഓരോ ചലനങ്ങളും ഹൃദയത്തിന്റെ ഓരോ തുടിപ്പുകളും പ്രാർത്ഥനയാക്കി അമ്മ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കണം. പരിശുദ്ധി അമ്മേ, ഞങ്ങൾ അമ്മയുടെ മക്കളാണ്. ഈ മക്കളെ അമ്മ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് ഈശോയോട് ചേർത്ത് പിടിക്കണം. വചനമായ ഈശോയെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മേ, അമ്മയുടെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും തുറന്നു തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6, 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ ശ്രദ്ധാപൂർവം ശ്രവിക്കാം. വൈകുന്നേരമായപ്പോൾ അവന്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ശോഭിച്ചു. 25-30 സ്ഥാദിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. യോഹന്നാൻ 6:19. 25-30 സ്ഥാദിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. ശക്തിയേറിയ കാറ്റടിച്ച് കടൽ ശോഭിച്ചിരിക്കുന്ന സമയം. തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഈ ശോഭിച്ചിരിക്കുന്ന കടലിന്റെ നടുവിൽ ആണെന്ന് ഈശോ അറിഞ്ഞു. അവരുടെ മനസ്സിലുണ്ടാകാവുന്ന അസ്വസ്ഥതകളും ഭയവും ഈശോ കണ്ടു. അതുകൊണ്ട് ഈശോ അവരുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവരെ ഭയപ്പെടുത്തുന്ന കാറ്റിനും തിരമാലകൾക്കും മീതെ ഈശോ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യം നൽകുകയാണ്. ഞാനാണ്, ഭയപ്പെടേണ്ട. ഈശോ കൂടെയുണ്ട്. എവിടെയും കടന്നു വരാൻ ഈശോയ്ക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. എന്റെ കൂടെ ഈശോ ഉണ്ട് എന്ന് എപ്പോഴും വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. കൂടെയുള്ള യേശുവിനെ നാം ഒത്തിരി സ്നേഹിക്കണം, എപ്പോഴും ആരാധിക്കണം. നാം എവിടെയായിരുന്നാലും എന്ത് ചെയ്താലും നമ്മുടെ ചിന്തകൾ പോലും ഈശോ അറിയുന്നുണ്ട്. ഈശോയെ മറന്ന് നാം ഒരിക്കലും ജീവിക്കരുത്. ഈശോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകാൻ നാം അനുവദിക്കരുത്. വിശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ ദർശിക്കാൻ സാധിക്കുക. നാം എല്ലാവരും വിശുദ്ധിയിലേക്കും വിശുദ്ധരാകാനും വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പാപം ചെയ്യരുത്. നമുക്കറിയാം തിന്മയും നന്മയും എന്താണെന്ന്. തിന്മ ചെയ്യുമ്പോൾ നാം തിന്മയുടെ ശക്തിക്ക് അടിമപ്പെടുകയാണ് ചെയ്യുക. ഈ തിന്മയുടെ ശക്തി കള്ളനാണ്, കവർച്ചക്കാരനാണ്, നമ്മുടെ ജീവനെ നശിപ്പിക്കുന്നവനാണ്. ഇവന്റെ കൂടെ നാം ഒരിക്കലും കൂട്ടുകൂടരുത്. കൂട്ടുകൂടിയാൽ നമ്മുടെ ആത്മാവ് നശിക്കും. ദൈവം എന്ന അമൂല്യ നിധി നമുക്ക് നഷ്ടമാകും.
സ്വർഗരാജ്യം നഷ്ടമാകും. പ്രിയപ്പെട്ടവരെ, നാം ഒരു ചെറിയ പാപം പോലും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിനെ നാം എപ്പോഴും സ്നേഹിക്കണം. ആത്മാവിന്റെ സ്വരം കേൾക്കണം. ഈശോ മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം. ബാക്കി ഈ ലോകത്തിൽ നേടുന്നതെല്ലാം നശ്വരമാണ്. വിശുദ്ധ അമ്മത്രേസ്യ പറയാറുണ്ടായിരുന്നു, എല്ലാം കടന്നുപോകും, ദൈവം മാത്രം നിലനിൽക്കും. അതിനാൽ എനിക്ക് ദൈവം മാത്രം മതി. നമുക്കും ഇങ്ങനെ പറയാൻ കഴിയണം, എനിക്ക് ഈശോ മാത്രം മതി. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം സമ്പന്നരാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനായ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. വിശുദ്ധ പൗലോസ് കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എന്നിലും നിങ്ങളിലും ജീവിക്കുന്നുണ്ട് എന്ന സത്യം നാം തിരിച്ചറിയണം. ആ യേശുവിനോട് കൂടെ നടക്കാൻ, യേശുവിനോട് സംസാരിക്കാൻ, യേശുവിന്റെ സ്വരം കേൾക്കാൻ നാം നമ്മുടെ ജീവിതത്തെ യേശുവിലേക്ക് തിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഈ ലോകത്തിന്റെ സംസാരവും കാഴ്ചകളും ജോലികളും മാത്രമേ നാം ചെയ്യുന്നുള്ളൂ എങ്കിൽ യേശുവിന് നമ്മുടെ ജീവിതത്തിൽ നാം സ്ഥാനം കൊടുക്കാതെ പോകുന്നു എന്ന കാര്യം ഹൃദയവേദനയോടെ നാം തിരിച്ചറിയണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മെ തേടി വരുന്ന യേശുവിന്റെ നേരെ നമ്മുടെ മിഴികളൊന്ന് ഉയർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോൾ നാം അത് നിസ്സാരമായി തള്ളിക്കളയരുത്. യേശുവിനെ സ്വന്തമാക്കാൻ, ദൈവരാജ്യം സ്വന്തമാക്കാൻ ജഡത്തിന്റെ എല്ലാ വ്യാപാരങ്ങളും ഉപേക്ഷിക്കുകയും ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയുകയും വേണം. ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളിൽ സാമ്പത്തിക തകർച്ചയോ രോഗദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ എന്തു വന്നാലും നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈ ലോകം നൽകുന്ന സന്തോഷത്തിന്റെ പിന്നാലെ ഇറങ്ങിപ്പോകരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പ്രകാശത്തിന്റെ മക്കളെ പോലെ വർദ്ധിക്കുവിൻ. എഫെസ്യസ് 3:16-18. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും
ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന യേശുവിന്റെ സ്നേഹം നമ്മെ പൊതിയട്ടെ. ഞാനാണ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ വരുന്ന യേശുവിനെ കണ്ണു തുറന്ന് കാണാനും കാതുകൾ തുറന്ന് കേൾക്കാനും ഹൃദയം തുറന്ന് സ്നേഹിക്കുവാനും നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, പാപം ചെയ്യാതെ ജീവിക്കാൻ പ്രാർത്ഥന അത്യാവശ്യമാണ്. ജീവിതത്തിൽ എന്ത് വന്നാലും പിടിച്ചു നിൽക്കാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രാർത്ഥിക്കണം. ചെയ്തുപോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം, ഉപവാസം ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും. ഇനി എത്ര നാൾ നമ്മുടെ ജീവിതം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ നമ്മുടെ ആത്മാവിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. ഈശോയെ സ്വന്തമാക്കണം. പരിശുദ്ധ അമ്മയെ ഈശോയെ സ്നേഹിച്ചതുപോലെ നമ്മുടെ സ്നേഹം മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നാളത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കർമ്മല മാതാവിന്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുകയാണ്. കർമ്മലിത്ത സഭ പാലസ്തീനായിൽ കർമ്മല മലയിൽ ആരംഭിച്ചു. പിന്നീട് കുരിശുയുദ്ധ കാലത്ത് യൂറോപ്പിലേക്ക് വ്യാപിച്ചു. യൂറോപ്പിൽ ഈ സഭയ്ക്ക് ഒത്തിരിയേറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഇംഗ്ലണ്ടിലെ ഐൽസ് ഫോർഡ് ആശ്രമത്തിൽ താമസിച്ചിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു അന്നത്തെ സുപ്പീരിയർ ജനറൽ. 1251 ജൂലൈ 16 അർദ്ധരാത്രി സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടി കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ടു. കർമ്മലോത്തിരിയം നൽകിക്കൊണ്ട് പറഞ്ഞു, എന്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മലോത്തരിയം സ്വീകരിക്കുക. ഈ ഉത്തരിയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല. ഈ സംഭവം യൂറോപ്പ് മുഴുവൻ പെട്ടെന്ന് പ്രചരിച്ചു. പിന്നീട് അനേകം ദൈവമാതൃഭക്തർ കർമ്മലോത്തരിയം ധരിക്കുവാൻ തുടങ്ങി. അമ്മയുടെ തിരുനാൾ നാളെ നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. കർമ്മേലയിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണിയായ മുന്തിരി, സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിർമ്മലവുമായ തേജസ്സേ, നിത്യനിർമ്മല കന്യകയായിരുന്ന ദൈവപുത്രനെ പ്രസവിച്ചവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ. സമുദ്രതാരമേ, എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ. അങ്ങ് എന്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. ആമേൻ. കന്മലയമ്മേ, എന്റെ അമ്മേ, എന്നെ കാക്കണമമ്മേ, എന്നെ നോക്കണമമ്മേ. കന്മലയമ്മേ, എന്റെ അമ്മേ, ഈശോയെ തരണേ, അമ്മേ ഈശോയെ തരണേ. കന്മലയമ്മേ, എന്റെ അമ്മേ, കാപ്പയും കീഴിൽ കാക്കണമേ, അമ്മേ കാപ്പയും കീഴിൽ കാക്കണമേ. കന്മലയമ്മേ, എന്റെ അമ്മേ, വിശുദ്ധിയിലെന്നെ പൊതിയണമേ, അമ്മേ വിശുദ്ധിയിലെന്നെ പൊതിയണമേ. കന്മലയമ്മേ, എന്റെ അമ്മേ, എന്റെ ഭവനത്തിൽ വരണേ, അമ്മേ എന്റെ ഭവനത്തിൽ വരണേ. കന്മലയമ്മേ, എന്റെ അമ്മേ, രോഗപീഠകൾ മാറ്റണമേ, അമ്മേ രോഗപീഠകൾ മാറ്റണമേ. കന്മലയമ്മേ, എന്റെ അമ്മേ, മൃത്യുവിൻ നേരത്ത് വരണേ, അമ്മേ മൃത്യുവിൻ നേരത്ത് വരണേ. കന്മലയമ്മേ, എന്റെ അമ്മേ, എന്നെ കാക്കണമമ്മേ, എന്നെ നോക്കണമമ്മേ. ഈശോയെ തരണേ, അമ്മേ ഈശോയെ തരണേ. കാപ്പയും കീഴിൽ കാക്കണമേ, അമ്മേ കാപ്പയും കീഴിൽ കാക്കണമേ. രോഗപീഠകൾ മാറ്റണമേ, അമ്മേ രോഗപീഠകൾ മാറ്റണമേ. വിശുദ്ധിയിലെന്നെ പൊതിയണമേ, അമ്മേ വിശുദ്ധിയിലെന്നെ പൊതിയണമേ. എന്റെ ഭവനത്തിൽ വരണേ, അമ്മേ